Hello guys, today we are taking one class. നമ്മളൊരു ക്ലാസ് എടുക്കാണ്, ചെറുതാണ്, ഗ്രാമറിൻ്റെ. ഞാൻ പറയുന്നത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസും ഇമ്പറേറ്റീവ് സെൻറ്റൻസും ആണ്. ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. നിങ്ങൾ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. സബ്സ്ക്രൈബേഴ്സ് കുറച്ച് കൂടിയുണ്ട്, കുറയ്ക്കണ്ട, കൂടിയിട്ടില്ല, ഒരു 100 ഒക്കെ ആയിട്ടുള്ളൂ ഗൈസ്. കുറച്ചും കൂടി ചെയ്യും പ്ലീസ്. നമുക്ക് പ്ലേ ബട്ടൺ കിട്ടിയാൽ നിങ്ങൾക്ക് കൂടിയിട്ടാണ് അത് ഉണ്ടാക്കണത്. നിങ്ങളുടെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ഫോൺ നമ്പർ തരാം, മേടിക്കണ്ട. ഓക്കെ, ഞാൻ ലോഗോ ഒക്കെ എടുത്തുതരാം. ലെറ്റ്സ് സ്റ്റാർട്ട്. Sentences which simply say or state something are called decorative sentence. എക്സാമ്പിൾ പറഞ്ഞുതരാം. കൂനൽ ഈസ് ആൻ ഇൻ്റലിജൻറ്റ് ബോയ്. കൂനൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോയ് ഒരു ഇൻ്റലിജൻറ്റ് ബോയാണ്. എന്ന് വെച്ചാൽ നല്ല ബുദ്ധിയും കാര്യങ്ങളൊക്കെ, നല്ല കൂടുതൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് നമ്മളുടെ ഒരു ശ്രമം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. എക്സാമ്പിൾ 2 അല്ല, അടുത്ത് ഞാൻ പറഞ്ഞുതരാം. ഫാറൻ ലവ്സ് ടു ഈറ്റ് ഐസ്ക്രീം. ഫാറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി ഐസ്ക്രീമിനെ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വെച്ച് ഞാൻ പറഞ്ഞുതരാം. ദി സെൻറ്റൻസ് ഓർ സ്റ്റേറ്റ് സംതിങ്. ഈ സെൻറ്റൻസ് നമുക്ക് സേ ഓർ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ചാൽ ഒരു സാധനത്തിന് കുറച്ച് അത് കേട്ടത് ഇത് അതല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഇമ്പറേറ്റീവ് സെൻറ്റൻസ്. ആൻ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഈസ് ദാറ്റ് വിച്ച് എക്സ്പ്രസ്സസ് എ കമാൻഡ്, എ റിക്വസ്റ്റ് ഓർ ആൻ അഡ്വൈസ്. എന്ന് വെച്ചാൽ ഒരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് വിച്ച് എക്സ്പ്രസ് ആക്കണത് കമാൻഡും പിന്നെ റിക്വസ്റ്റിന്. എന്ന് വെച്ചാൽ എക്സാമ്പിൾ മലയാളത്തിൽ പറഞ്ഞുതരാം, പച്ച മലയാളത്തിൽ പറഞ്ഞുതരാം, എന്താന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഈ കമാൻഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇനി ഒരു നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം കിടന്നുറക്കാൻ അങ്ങനത്തെ ഇതുണ്ടാവും. പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം കിടന്നുറക്കാം. അത് പച്ച മലയാളത്തിൽ പറഞ്ഞുതരാം, ഇംഗ്ലീഷിനും പറഞ്ഞുതരാം ഞാൻ. പിന്നെ വേറെ ഉണ്ട് റിക്വസ്റ്റ്, അടുത്തത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ എന്തായിരുന്നു, പിന്നെ രാഹുൽ ടേക്ക് ദാറ്റ് വാട്ടർ ബോട്ടിൽ, അങ്ങനെ വേണമെങ്കിലും പറയാം. ഇത് രണ്ടെണ്ണം ഇനി ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. മനസ്സിലാവാത്തവരുണ്ട്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. എക്സാമ്പിൾസ് ആർ ഗോ ഔട്ട് ദ ക്ലാസ്. Go out the class means to go out the classroom. If you are not staying, go out the class, and full stop. Next one is please pass the sugar. Please pass the sugar to everybody. You should eat healthy food to stay healthy means you should to eat healthy foods only. Then you will be very strengthful. That's the meaning of that. ഇതാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോ ഉത്തരവുള്ള ഗൈസ്. ആരെങ്കിലും മനസ്സിലായെങ്കിൽ കമൻറ്റ് ഇട്ട് വേറെ ഈ വീഡിയോ എടുക്കാം, നമുക്ക് നോക്കാം. പലവരും ഈ വീഡിയോസ് കാണാത്തവരുണ്ട്, പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. നമ്മൾ കുറച്ച് വർഷമായി തുടങ്ങിയിട്ട്, അതാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാല്ലേ. അപ്പോൾ ഇനി ഡിക്ലറേറ്റീവ് സെൻറ്റൻസും ഇമ്പറേറ്റീവ് സെൻറ്റൻസും അറിയാത്ത ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി. പിന്നെ ഇനി EVS GK അങ്ങനെ തള്ളിയാലും ഉണ്ടാവും ഓരോന്ന്. അങ്ങനെ നമ്മൾ സ്റ്റഡി ഗിയർ 160 ആവും. ബൈ ഗൈസ് ആൻഡ് ടേക്ക് കെയർ ഓഫ്